സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുപ്പാപ്പാൻ്റെ അറൂസിൻ്റെ ഈ ശ്രേഷ്ഠമായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച ഈ നാട്ടിലെ അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ സംഘകുടുംബം, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, ഈ മജ്ലിസിൽ സമ്മേളിച്ചവർ, ബായാറ് സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ, സഹകാരികളായ, ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, സർവ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ആജിലായ ഷിഫ നൽകണം റഹ്മാനെ. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം അല്ലാഹ്. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ കാരണവന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കടക്കാതെ മറ്റു പരിപാടിയിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഇവിടെ എത്തണം എന്നായിരുന്നു. അല്പം വൈകിയെങ്കിലും ഇൻഷാ അല്ലാഹ് ഈ പരിപാടി ഇത്രയും പ്രൗഢമായി ഇവിടെ സംഘടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത ഈ നാട്ടിലെ അഹ്ലുസുന്നയുടെ പ്രവർത്തകർ എല്ലാവരും, ഈ നാട് ഒന്നടങ്കം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും നല്ല ഒരു പരിപാടി കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സാധുവായ ഞാൻ വന്നു എന്ന് ഇപ്പോൾ സ്റ്റേജിലെത്തിയപ്പോഴാണ് ഇവർ പറഞ്ഞത്. അന്ന് ഒരു റബ്ബർ തോട്ടത്തിൽ അല്ലേ, എന്തായിരുന്നു സാധനം, ഒരു പേര്, കോട്ടരുമ, അങ്ങനെ വല്ലാത്തൊരു സമയമായിരുന്നു. ഏതായാലും അൽഹംദുലില്ലാഹ് ഇന്നിപ്പോൾ നല്ലൊരു കാലാവസ്ഥയിൽ, നല്ലൊരു അന്തരീക്ഷത്തിൽ നാം ഇവിടെ ഉണ്ട്. അള്ളാഹു ഖബൂൽ നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ജീവകാരുണ്യ സേവന രംഗത്ത് മുന്നിലെപ്പോഴുള്ള നമ്മുടെ സയ്യിദന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ വലിയൊരു സഹകാരിയും കൂടിയായ ഡോക്ടർ അബ്ദുൽ ജലീൽ ബദവി കാളാച്ചാൽ, അവരും ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെയുള്ള ഉസ്താദുമാരും പണ്ഡിതന്മാരും, അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാം, ഇവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കെല്ലാം നിൻ്റെ പ്രത്യേകമായ ഖബൂൽ നൽകി ആഫിയത്തുള്ള, ബറക്കത്തുള്ള, ഇസ്സത്തുള്ള, ഹിമ്മത്തുള്ള, ഹിഫ്ളുള്ള, ഈമാനും ഇഖ്ലാസും തഖ്വയും വറഅും ഏറിയിട്ടുള്ള നിന്നോടും നിൻ്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സർവ്വ സ്വാലിഹീങ്ങളോടുമുള്ള ഹബ്ബ്, ഇഷ്ഖ് ഏറിയിട്ടുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അള്ളാഹുവിൻ്റെ ഔലിയാ അവർ വലിയ സ്ഥാനം അള്ളാഹു നൽകി ആദരിച്ചവരാണ്. ഖുർആൻ തന്നെ അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാൻ്റെ ബഹുമാനം ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. അവർ എല്ലാം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് തഖ്വയിൽ വറഅലായി എല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ചു ആ മഹാന്മാർ. അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവിൻ്റെ കാര്യത്തിലും ആഖിറത്തിൻ്റെ കാര്യത്തിലും അവർക്ക് ഒരു വിഷമവും ഇല്ല.
ഏത് പരീക്ഷണങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നാലും എല്ലാം അവർ സബർ ചെയ്ത് അതിൽ അവർക്കൊരു പരാതിയോ പരിഭവമോ ഇല്ല. സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവരാണ് അവർ. ആ വഴി സ്വീകരിക്കാൻ നമുക്കും പറ്റണം. ചെറിയ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോഴേക്ക് തളരാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ പരീക്ഷണങ്ങൾ നൽകുന്നത് അമ്പിയാക്കൾക്കാണ്. ആ അമ്പിയാക്കളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവർ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പോലെ പ്രയാസപ്പെട്ട മറ്റൊരാളില്ല. എല്ലാവർക്കും അതറിയാം. ഞാൻ താരീഖൊന്നും പറയുന്നില്ല. സ്വന്തം ജനിച്ച നാട്ടിൽ താമസിക്കാൻ വേണ്ടി ശത്രുപക്ഷം സമ്മതിച്ചില്ല. പല നിലയിലും തങ്ങളെ സ്വന്തം കുടുംബക്കാരടക്കം ബന്ധുക്കളടക്കം അവിടുത്തെ തളർത്താനും തകർക്കാനും ആരോപണങ്ങളും കുപ്രചരണങ്ങളും എല്ലാം ഉന്നയിച്ച് അന്നം മുടക്കി, വെള്ളം മുടക്കി, പട്ടിണിക്കിട്ടു, കൊല ചെയ്യാൻ വേണ്ടി പ്ലാനിട്ടു. എന്തെല്ലാം അവിടെ നിന്ന് സഹിച്ചു. ഞാൻ പറഞ്ഞു വന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെ സർവ്വ അമ്പിയാവും വലിയ വലിയ പരീക്ഷണങ്ങൾ അതിജയിച്ചവരാണ്. ആ ഔലിയാവിൻ്റെ പാത പിന്തുടർന്ന മഹാന്മാരായ, ആ അമ്പിയാവിൻ്റെ പാത പിന്തുടർന്ന മഹാന്മാരായ ഔലിയാ അവരും കടുകടുത്ത പരീക്ഷണങ്ങൾ നേരിട്ടവരാണ്. സുൽത്താനുൽ ഹിന്ദ് ഖാജ തങ്ങളുപ്പാപ്പ വലിയ കറാമാത്തുകളുടെ ഉടമയാണ് മഹാനവറുകൾ. അവിടുത്തെ ജീവിതം കൊണ്ട്, അവിടുത്തെ ഇടപെടൽ കൊണ്ട്, അവിടുത്തെ നോട്ടം കൊണ്ട്, അവിടുത്തെ ദഅവത്ത് കൊണ്ട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ അതിലേക്ക് കടന്നു വന്നു. ചരിത്രം സാക്ഷിയാണ്. അതെല്ലാം ഇവിടെ പണ്ഡിതന്മാർ അതുമായി സംസാരിച്ച് ആ വിഷയങ്ങളൊക്കെ വിശദീകരിച്ച് കാണും. ചുരുക്കി പറഞ്ഞാൽ അത്തരത്തിലുള്ള മഹാന്മാർ, ഔലിയാക്കൾ, അവരെ ആദരിച്ച് സ്നേഹിച്ച് നാം ഇവിടെ സംഗമിച്ചത് തന്നെ നമ്മുടെ ദോഷം പൊറുക്കാൻ നമുക്ക് അത് വലിയ കാരണമാണ്. വദിക്റു സ്വാലിഹീന കഫാറ. ഔലിയാഇൻ്റെ ബഹുമാനം പറയൽ ദോഷങ്ങൾ പൊറുക്കാൻ മതിയാകും എന്ന് റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സദസ്സിലുള്ള അന്നങ്ങ് ഓഫാക്കിയുടെ ഈ സദസ്സിലുള്ള ഓരോ ആളുകൾക്കും ദോഷം പൊറുക്കാൻ ഇവിടെ നമ്മുടെ സാന്നിധ്യം അത് മതിയാകും. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ നമ്മുടെ ആത്മീയമായി ഉന്നതിയിലെത്തിക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്വാദിഖീൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളോട് അല്ലാഹുവിന് തഖ്വ ചെയ്യാൻ ഖുർആൻ കൽപ്പിക്കുകയും നിങ്ങൾ സ്വാലിഹീങ്ങളെ കൂടെ ആവണമെന്നാണ് പറഞ്ഞത്. അത് ഹയാത്തിലും വഫാത്തിലുമുള്ള മഹാന്മാർ, അവരോടുള്ള ആ സുഹബത്ത്, ആ സുഹബത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം. ഇത് നമ്മെ ആത്മീയമായി ഉയർത്തും. നമുക്ക് ഇഖ്ലാസ് കിട്ടും, ഈമാന് പവർ കിട്ടും, തഖ്വക്ക് പവർ കിട്ടും, വറഅന് സൂക്ഷ്മതക്ക് പവർ കിട്ടും. അങ്ങനെ എല്ലാ നിലയിലും നമുക്ക് വിജയിക്കാൻ പറ്റിയ വഴികളാണ് ഇതുപോലുള്ള മജ്‌ലിസുകൾ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് ഇവിടെ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വളരെ സന്തോഷമുള്ള ഒരു നാടാണ് ഈ നാട്. ഈ നാട്ടുകാരൊന്നടക്കം ഒരു വിദേഹത്തിൻ്റെ കക്ഷികൾ പോലും ഈ നാട്ടിലില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ സുന്നത്ത് ജമാഅത്ത് കൊണ്ട് വിജയിച്ച ഒരു നാടാണ് ഈ നാട്. അതിനാൽ കൂടുതലായി ഒന്നും ഇവിടെ പറയേണ്ടതില്ല. ചെറിയ കാലായുസ്
പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. അത് ഹക്കായ പ്രസ്ഥാനമാണ്. അത് അംബിയായിലേക്ക് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നെത്തുന്ന പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത സത്യപ്രസ്ഥാനമാണ്. ഇങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു കക്ഷികൾക്കും സാധ്യമേ അല്ല. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാനും അള്ളാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കാനും സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദയിൽ അടിയുറച്ചവർക്കേ കഴിയൂ. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിൻ്റെ ഷിആറുകളെ തഅളീം ചെയ്യുക എന്നുള്ളത് അത് ഖൽബുകളുടെ ഹൃദയങ്ങളുടെ തഖ്വയാണ്. അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. അതിനാൽ സുന്നത്ത് ജമാഅത്താകുന്ന സത്യപ്രസ്ഥാനത്തിൽ അടിയുറച്ച് ഇന്ന് തിന്മകൾ വർദ്ധിച്ച ഒരു